الأرواح جنود مجندة فما تعرف منها ائتلفا. ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അൽ-അർവാഹു ജുനൂദും മുജന്നദാ. ആത്മാക്കളുടെ ലോകമെന്നുള്ളത് പരസ്പരം വിഭിന്നമായ സമൂഹമാണ്. അവിടെ വിഭിന്നമായ സഹോദരങ്ങളായിട്ടായിരുന്നു അവിടെ, വ്യത്യസ്ത സമൂഹങ്ങളായിട്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ സമുദായങ്ങളുടെയും ആത്മാക്കളെ പടച്ചിരുന്നത് വ്യത്യസ്ത സമൂഹങ്ങളായിട്ട്. ഫമാ തഅറഫ മിൻഹാ ഇഖ്തലഫാ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് ആയിരക്കൊല്ലക്കണക്കിന് സംവത്സരങ്ങൾ ജീവിച്ച് തീർത്ത മനുഷ്യ, അവിടെ വെച്ചുകൊണ്ട് നീ പരസ്പരം കാണുകയും സംവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഹിക ലോകത്ത് നീ എത്തുമ്പോൾ നീ പരസ്പരം കാണുകയും സംസാരിക്കുകയും പരസ്പരം സംവദിക്കുകയും ചെയ്യുമത്രേ. وما تناكر منها يختلفا. അവിടെ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാതിരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് പരസ്പരം സംവദിക്കാതിരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയാൽ തന്നെ തിരിഞ്ഞു നടക്കുകയും ചെയ്തവർ, ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ചവർ, അവർ രണ്ടാമത്തെ ഘട്ടമാകുന്ന ഐഹിക ലോകത്തേക്ക് വരുമ്പോഴും അവർ അത്തരത്തിൽ തന്നെയായിരിക്കും അത്രേ. അവർ പരസ്പരം കണ്ടുമുട്ടുകയില്ല, സംവദിക്കുകയില്ല, കണ്ടുമുട്ടിയാൽ തന്നെ തിരിഞ്ഞു നടക്കുമത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, പ്രവാചകന്റെ വചനമാണത്. ആ ആത്മാക്കളുടെ ലോകം പരിശുദ്ധമായ ഖുർആൻ ധാരാളം ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിത്തരുന്നു. അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകങ്ങളോടും എല്ലാ മനുഷ്യ ജീവജാലങ്ങളോടും ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളുടെയും ശരീരമില്ലാതെ, അവരുടെ ശരീരത്തിൽ ജസദില്ലാതെ ആത്മാക്കളെ മാത്രം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചുവത്രേ, അലസ്തു ബിറബ്ബികും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? എവിടെ വെച്ചുകൊണ്ട്? ഇത് ചോദിക്കുന്നത് ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. ഇത് ചോദിച്ചപ്പോൾ എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ ജനസഹസ്രങ്ങളും ഒന്നിച്ചു പറഞ്ഞുവത്രേ, ഖാലൂ ബലാ, അതേ റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ പരിപാലകൻ, നീയാണ് ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ജഗന്നിയന്താവായ അല്ലാഹു, നീ മാത്രമാണ് അല്ലാഹ്. എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ മനുഷ്യ ജനങ്ങളും അവിടെ വെച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അത് സംസാരിച്ചു, എല്ലാ അല്ലാഹുവിനോട് അത് ഒത്തുതീർപ്പാക്കി. എല്ലാവരും അംഗീകരിച്ചു, പൊരുത്തപ്പെട്ടു, നീയാണ് രക്ഷകർത്താവ്, നീയാണ് ഞങ്ങളെ പരിപാലിക്കുന്നവൻ എന്ന് വെച്ചു. പക്ഷേ മനുഷ്യൻ അവൻ ഐഹിക ലോകമാകുന്ന രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു അവനെ സംവിധാനിച്ചിരിക്കുന്ന 5 ഘട്ടങ്ങളിലെ രണ്ടാമത്തെ ഘട്ടമാകുന്ന ശരീരത്തോടു കൂടിയുള്ളതായ ആലമുദ്ദുനിയയിലേക്ക് കടന്നു വന്നപ്പോ അവനെല്ലാം മറന്നു. അള്ളാഹുവുമായിട്ട് കൊടുത്തുള്ള കരാറ്, ഉടമ്പടി എല്ലാം അവൻ മറക്കുകയാണ്. അങ്ങനെ ഒരു ലോകത്തവൻ ജീവിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത പോലും അവന്റെ മനോമുഖരത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ളതായ രീതിയിൽ അവന്റെ കുടുംബ ബന്ധങ്ങൾക്കും അവന്റെ സൗഹൃദ ബന്ധങ്ങൾക്കുമെല്ലാം വിള്ളലേൽപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്.
സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ആലമുദ്ദുനിയ, ഐഹിക ലോകം. എന്താണ് ഐഹിക ലോകം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഐഹിക ലോകത്തിൻ്റെതായ രീതിയും ഐഹിക ലോകത്തിൻ്റെതായ വഞ്ചനയുമൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയും അത് മനസ്സിലാക്കുകയും വ്യക്തമായ രീതിയിൽ അതിനെക്കുറിച്ച് പ്രവാചകന് ഒരു അജണ്ടയുണ്ടാകുകയും ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഐഹിക ലോകത്തോടുള്ളതായ വല്ലാത്ത താല്പര്യം ജീവിതത്തിൽ കാണിച്ചിരുന്നില്ല എന്ന് പ്രവാചകന്റെ ജീവിതത്തിലുടനീളം ചരിത്രങ്ങൾ പഠനം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ പാഠഭാഗങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് അതുഹിബ്ബു അൻ നജഅല ലക ഹാദിഹിൽ ജിബാല ദഹബാ. അല്ലാഹുവിന്റെ റസൂലേ, ഈ കാണുന്നതായ ഉഹദ് മലയുണ്ടല്ലോ, അതവിടത്തേക്ക് സ്വർണമായി ഞാൻ മാറ്റി തരട്ടെയോ റസൂലേ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, വഹീ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം, എത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെതായ ആ നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രവാചകർ എവിടത്തേക്ക് ഇഷ്ടം പ്രവർത്തിക്കാം, ഈ കാണുന്ന ഉഹദ് മല അവിടത്തേക്ക് സ്വർണമായി ഞാൻ നൽകട്ടെയോ? അതുഹിബ്ബു അൻ അജഅല ലക ഹാദിഹിൽ ജിബാല ദഹബാ. ഈ കാണുന്നതായ ഉഹദ് മലയുണ്ടല്ലോ, അത് സ്വർണമലയാക്കിയിട്ട് അവിടത്തേക്ക് ഞാൻ നൽകട്ടെയോ? ഐഹിക ലോകത്തേതായ സുഖങ്ങളിലും ആസ്വാദനങ്ങളും ഒഴുകുവാൻ വേണ്ടി അള്ളാന്റെ റസൂലേ, അവിടത്തേക്ക് ഞാൻ നൽകട്ടെയോ എന്ന് പടച്ച റബ്ബ് ജിബ്രീൽ എന്ന മാലാഖ മുഖേന ലോകത്തിന്റെ നായകനോട് ചോദിച്ചപ്പോ ആത്മീയ വലയം കൊണ്ട് ഉൽവലിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകൻ മറുപടി കൊടുക്കുകയാണ്, ലാ, വേണ്ട ജിബ്രീലേ, എനിക്ക് ഈ കാണുന്ന ഉഹദ് മല സ്വർണമാക്കി തന്നുകൊണ്ട് ദുനിയാവെന്റെ കയ്യിലേക്ക് നൽകണ്ട ജിബ്രീലേ. കാരണം എന്തെന്നറിയുമോ? ഇന്ന ദുനിയാ ദാറുമല്ല ദാറലാ. ഈ ഐഹിക ലോകത്തിൽ ആഡംബര സുന്ദരമായ ജീവിതങ്ങൾ കാഴ്ചവെക്കുന്നവൻ, അതെ, അമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവൻ, വലിയ മാളിക സൗധങ്ങൾ കെട്ടി പരിലസിക്കുന്നവൻ, അവൻ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ ദാറുമല്ല ദാറലഹു, അവൻ പാരത്രിക ലോകത്ത് യഥാർത്ഥ വീടില്ലാത്തവനാണ്. അവിടെയാണല്ലോ വീടുണ്ടാകേണ്ടത്, അവിടെയാണല്ലോ സ്വർഗമുണ്ടാകേണ്ടത്, അവിടെയാണല്ലോ യഥാർത്ഥമായ ജീവിതമുള്ളത്. നശ്വരവും അനന്തവുമായ ആ ജീവിതത്തിന് വേണ്ടിയല്ലയോ ബുദ്ധിയുള്ള മനുഷ്യ നീ പ്രവർത്തിക്കേണ്ടത്? ഓ പാവപ്പെട്ടതായ സഹോദരങ്ങളെ, നെല്ലിക്കുന്നിലുള്ള എന്റെ മുഴുവൻ സഹോദരങ്ങളുടെയും ഓർമ്മയ്ക്ക് അള്ളാന്റെ റസൂലിന്റെ ഈ വചനം നമ്മുടെ കർണപുടങ്ങളിൽ ഉണ്ടാകട്ടെ. ലോകത്തിന്റെ നായകന്റെ ഈ വചനം നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് പതിയട്ടെ. അള്ളാന്റെ റസൂലിന്റെ വചനമാണ്. പാവപ്പെട്ടവരെ അള്ളാന്റെ റസൂല് പരിഗണിക്കുകയാണ്. ഇന്ന ദുനിയാ ദാറുമല്ല ദാറലഹു. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നീ 10 ഏക്കറിൽ ഒരു ഫ്ലാറ്റ് പണിതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതായ വരുമാനങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ ജീവിതത്തിന്റെ സുഖത്തിന്റെ ആഡംബരങ്ങളിലേക്ക് മുഴുകിക്കൊണ്ട് കഴിയലാണ് നീ ഏറ്റവും വലിയ ദുന്യവിയായ ജീവിതമെന്ന് മനസ്സിലാക്കിയതെങ്കിൽ, ഇത് മാത്രമാണ് യഥാർത്ഥ വീടെന്ന് മനസ്സിലാക്കിയെങ്കിൽ നിനക്ക് തെറ്റുപറ്റി സഹോദര. ഇതല്ല നിന്റെ യഥാർത്ഥ വീട്. നിന്റെ യഥാർത്ഥ വീടും നിന്റെ തറവാടും ഇതല്ല. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ ജീവിതത്തിൽ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ, ഇന്ന ദുനിയാ ദാറുമല്ല ദാറലഹു.
ഐഹിക ലോകത്തതായ ജീവിതത്തിൽ വലിയ വലിയ മാളിക സൗധങ്ങൾ കെട്ടിക്കൊണ്ട് ജീവിക്കുന്ന സഹോദരാ, നീ ചിന്തിക്കുക, ലോകത്തിന്റെ നായകന്റെ വചനമാണ്, അള്ളാന്റെ റസൂലിന്റെ വചനമാണ്, കാരുണ്യത്തിന്റെ ദൂതരുടെ വചനമാണ്. ആ വചനങ്ങൾക്ക് നീ വില കൽപ്പിക്കണേ. ആ വചനങ്ങൾ കൊണ്ടാണ് ഈ ജീവിതം നിൽക്കുന്നത്, ഈ ലോകം നിന്ന് നിലനിൽക്കുന്നത്. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അള്ളാന്റെ റസൂലിന് വേണ്ടിയാണ്. ആ പ്രവാചകനാ പറയുന്നത്, ഇവിടെ മാളിക സൗധങ്ങൾ കെട്ടാൻ വേണ്ടി ഇവിടെ മാത്രമാണ് നിന്റെ ജീവിതമെന്ന് നീ കരുതിക്കൊണ്ട് ഖബറെന്ന് പറയുന്ന ജീവിതത്തെ നീ മറക്കരുതേ. പാരത്രിക ലോകത്തെ ജീവിതത്തെ നീ മറക്കരുതേ. മഹ്ശറാബൻ സഭയെ നീ മറക്കരുതേ. ആ മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളതാണെന്ന് മറക്കരുതേ. അവിടെ വിജയിച്ചവർക്ക് മാത്രമേ നാളെ അഞ്ചാം ഘട്ടമാകുന്ന സ്വർഗത്തിന്റെ വാതാരങ്ങൾ തുറക്കുകയുള്ളൂ. നീ മോഷ്ടിക്കുന്ന സമ്പത്തുണ്ടല്ലോ, നീ മോഷ്ടിക്കുന്നതായ ധനമുണ്ടല്ലോ, അത് നീ ഗൾഫ് നാടിൽ നിന്ന് കൊണ്ടുവന്ന കുഴൽപ്പണമാണെങ്കിലും ഏത് വിധേന നീ സംബന്ധിച്ചതാണെങ്കിലും അത് പാരത്രിക ലോകത്ത് നിനക്ക് വിനയായി വരും കേട്ടോ, അത് നിനക്ക് ദോഷമായി വരും കേട്ടോ. അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിക്കുന്നത്, വമാലുമല്ല മാലലുഹു, ഇവിടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സമ്പത്താണ് എല്ലാം തന്നെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. സമ്പത്തുള്ളവന് മാത്രമേ വിലയുള്ളൂ, സമ്പത്തില്ലാത്തവനൊന്നും തന്നെ ഇല്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറും സമ്പത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യ, നേരം വെളുക്കുമ്പോ സുബഹി നമസ്കരിക്കാതെ സുബഹിക്ക് മുമ്പേ തന്നെ നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാറുള്ള സമയവും സന്ദർഭവും ഉണ്ടായിട്ട് അതെല്ലാം തന്നെ കളഞ്ഞു കുടിച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് അവന്റെ റസൂലിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ ഇറങ്ങി തിരിച്ചാൽ നിന്റെ കച്ചവടത്തിലും നിന്റെ ബിസിനസ്സിലും ഒരു ബറക്കത്തുമില്ല സഹോദരാ, ഒരു ബറക്കത്തുമില്ല സഹോദരാ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, വമാലുമല്ല മാലലഹു, സമ്പത്ത് നീ ഒരുമിച്ച് കൂട്ടിയെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നിനക്ക് പാരത്രിക ലോകത്ത് ഒരു ഗുണവും ചെയ്യുന്നതല്ല, ഒരു ഗുണവും ഉണ്ടാവുകയില്ല. നമ്മുടെ സമ്പത്തും നമ്മളുടെ കുടുംബവും നമ്മളുടെ ഭാര്യയും സന്താനങ്ങളും മക്കളുമൊക്കെ നമ്മൾ തിരിച്ചുവിടേണ്ടത് അത് അള്ളാഹുവിങ്കലേക്കാണ്. അവനിലേക്കുള്ള ഒരു മടക്കം, അവനുമായിട്ടുള്ള അടുപ്പം, അവനുമായിട്ടുള്ള ആ സല്ലാപം നമസ്കാരത്തിലൂടെ, ഇബാദത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ, നോമ്പ് പിടിക്കുന്നതിലൂടെ എപ്പോഴും നമുക്കൊരു മടക്കം അത്യാവശ്യമാണ് പടച്ചിറപ്പിലേക്ക്. നമ്മുടെ ജീവിതം അത്തരത്തിൽ ചിട്ടവട്ടുപെടുത്തണം. കാരണം ദുന്യവിയായ ജീവിതം പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, 60-70 വയസ്സ് മാത്രമാണല്ലോ മുഅ്മിനായ മനുഷ്യൻ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന നമുക്കുള്ള വയസ്സ്. അഅ്മാറു ഉമ്മതി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ പ്രായം, അവരുടെ പ്രായത്തിന്റെ പരിധി എത്രയെന്നറിയുമോ? 60-ഉം 70-നും ഇടയിലാണെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 60-70 വയസ്സ് മാത്രം ജീവിക്കുന്ന നമ്മൾ എന്തിനാ സഹോദരങ്ങളാ ഒരു 10 തലമുറ കഴിയുന്നതിനോളം സമ്പത്തുകൾ നമ്മൾ കുമിച്ചു കൂട്ടിയിട്ടും വീണ്ടും വീണ്ടും ദുനിയാവിനോടുള്ള നിന്റെ ആർത്തി എന്തിനാണ്? 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലും നമ്മുടെ മനസ്സിൽ വീണ്ടും ഉദിച്ചു വരിക എന്താണ്? നാളെ പ്രഭാതത്തും എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങണം ബിസിനസ്സിന് വേണ്ടി, ഇനിയും സമ്പാദിക്കണം, ഇനിയും ഒരുമിച്ച് കൂട്ടണം. ദുന്യവ് എത്രമാത്രം ഒരുമിച്ച് കൂട്ടിയാലും മനുഷ്യൻ അവനതിന് ആഗ്രഹം തീരുന്നില്ല. അവന്റെ മനസ്സിന്റെ ത്വര അത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 ചുമലിലേക്ക് പ്രവാചകന്റെ തൃക്കരം വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ ഒരു ഉപദേശം കൊടുത്തത്. അതൊരു നിർദ്ദേശമാണ്. ആർക്കുള്ള നിർദ്ദേശം? നെല്ലിക്കുന്നുള്ള ഈ മഹല്ലിലുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർക്ക് മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവർക്കും വന്നവർക്കും ഇനിയുള്ളതായ ജനങ്ങൾക്കും മുഴുവനും ഒരു നിർദ്ദേശമാണ് ആ പ്രവാചകന്റെ വചനം. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? യാ അബ്ദല്ലാഹ് കുൻ ഫി ദുനിയാ
كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലയുടെ തോളത്തേക്ക് കൈയെടുത്തു വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുകയാണ്, യാ അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമറേ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. നീ ഐഹിക ലോകത്ത് ജീവിക്കുമ്പോ, ഈ നശ്വരമായ ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ, ഒരു പരദേശിയെ പോലെയാകണേ നീ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരുപാട് വിദേശികളുള്ള പെരിന്തൽമണ്ണയിലോ സഹോദരങ്ങൾക്ക് മനസ്സിലാകുമോ ആ വാക്കിന്റെ അർത്ഥം? കാരണം പറഞ്ഞത് വിദേശികളെ പോലെ നിങ്ങളാകണം. വിദേശത്ത് പോകുന്ന നമ്മുടെ ഭർത്താക്കന്മാർ, ഇവിടെയുള്ള സഹോദരങ്ങൾ, അവരുടെ മനസ്സിൽ എപ്പോഴും താല്പര്യമുണ്ടാകുന്നത് എന്താണ്? എപ്പോഴും തുടികൊള്ളുന്നത് തൻ്റെ നാട്ടിലേക്ക് വരണം, തൻ്റെ നാട്ടിൽ അവിടെ നടക്കുന്നതായ മതവിജ്ഞാന വേദികളിൽ പങ്കുകൊള്ളണം, തൻ്റെ സൗന്ദര്യവതിയായ ഭാര്യയെ കാണണം, അവർക്ക് ശുശ്രൂഷകൾ പകരണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, തൻ്റെ മക്കളെ കാണണം, അവർക്ക് പുതുവസ്ത്രങ്ങൾ കൊടുക്കണം, അവർ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, അവരുമായിട്ടൊന്നൊരുമിച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം, ഒരു നേരമെങ്കിലും ഒന്ന് കൂടണമെന്നുള്ള അവരുടെ ആഗ്രഹം. കാരണം സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള അവരുടെ ആഗ്രഹം. ഇതേപോലെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകേണ്ട ലക്ഷ്യം, എപ്പോഴും ഉണ്ടാകേണ്ട ആഗ്രഹം, അവന്റെ യഥാർത്ഥ വീട്, യഥാർത്ഥമായ തറവാട്, യഥാർത്ഥമായ ലോകം, അവിടേക്ക് പോകുവാൻ വേണ്ടി സ്വർഗം, അതിനു മുമ്പുള്ളതായ ലോകങ്ങൾ, മഹ്ശറാബൻ സഭ, അതുപോലെ തന്നെ ഖബർ ജീവിതം, അതിലൊക്കെ അവൻ സ്വരൂപിക്കേണ്ടതായ അമലുകൾ, അതിലേക്കായിരിക്കണം അവന്റെ ശ്രദ്ധ. ഇതാണ് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. വഴിയാത്രക്കാരനായ വ്യക്തി അവനതാ വലിയൊരു മലൽ കാണുമ്പോ ആ മരത്തിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് അല്പം ശുദ്ധജലം, ദാഹജലം ദാഹം ശമിപ്പിച്ചുകൊണ്ട് പിന്നീട് അവൻ യാത്രയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യമാണ്, പിന്നീട് അവൻ തുടർന്നുള്ള യാത്രയ്ക്ക് വേണ്ടി അവൻ തയ്യാറെടുക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് പോലെയായിരിക്കണം എപ്പോഴും മരണത്തെ നീ കരുതിയിരിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് പ്രവാചകന്റെ വചനം, അതാണ് വല്ലാതെ ചിന്തിപ്പിക്കുന്നത്. പ്രവാചകന്റെ ചില വചനം അങ്ങനെയാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ കോറിയിടും, അവന്റെ മനസ്സിൽ എപ്പോഴും പതിപ്പിക്കും. ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന വളരെ ചിന്താർഹമായ ഒരു പഠനമുള്ള ഉൾക്കൊള്ളുന്നതായ ഒരു വചനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, وعد نفسك من أصحاب القبور. നീ നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ നീ എണ്ണണം കേട്ടോ, ഖബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണണം. അഥവാ എപ്പോഴും നീ മരിക്കുവാനുള്ളതാണ്. അടുത്ത സെക്കൻഡിൽ നീ മരണത്തെ മുന്നിൽ കാണണേ. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം ഖബറാണല്ലോ. ആ അനന്തമായ ജീവിതത്തിലേക്ക്, അനശ്വരമായ പ്രയാണത്തിലേക്ക് നീ കടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖബർ ജീവിതം അതാണല്ലോ അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ളതായ ആദ്യത്തേതായ ഭവനം, ആദ്യത്തേതായ വീട്. ആ വീട്ടിലേക്ക് നീ കടക്കുമ്പോൾ അതിനുള്ളതായ പ്രവർത്തനങ്ങൾ, അവിടെ നിനക്ക് രക്ഷപ്പെടുവാനുള്ള സുഹൃതങ്ങൾ നിന്റെ ഈ രണ്ടാമത്തെ ഘട്ടമാകുന്ന ഐഹിക ലോകത്ത് നീ ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങൾ, പ്രിയമുള്ള സഹോദരിമാർ, ഒരു നിമിഷം നമ്മ ഏവരും ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കേണ്ടവരാണ്.
നേരം വെളുക്കുമ്പോൾ എത്ര പേര് ഈ മഹല്ല് നിവാസികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്കാർക്കും തന്നെ നിർവചിക്കാൻ സാധിക്കുകയില്ല, ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കുകയില്ല. പ്രഭാഷണം ഇന്ന് മുഴുവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിനീതന് ശരീരത്തിൽ റൂഹുണ്ടാവുമോ ആത്മാവുണ്ടാകുമോ എന്ന് എനിക്കും ഉറപ്പിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവിടെ ശ്രവിക്കുന്നതായ സഹോദരങ്ങൾ, ഉപ്പമാർ, ഉമ്മമാർ, അവരൊക്കെ നേരം വെളുപ്പിക്കുമോ എന്ന്, അല്ലെങ്കിൽ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിൽ റൂഹുണ്ടാകുമോ എന്നുള്ളത് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലം കൊണ്ട് നിർണയിക്കാത്ത, അഥവാ മനുഷ്യൻ അവന്റെ ചിന്ത കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു പ്രഭാവമാണല്ലോ മരണമെന്ന് പറയുന്നത്. ആ മരണം എല്ലാവരെയും മാടി വിളിക്കുന്നുണ്ട്, സർവരെയും ആ മരണം കൊണ്ടുപോകുക തന്നെ ചെയ്യും. എത്ര വലിയ വ്യക്തിത്വമാണെങ്കിലും, എത്ര വലിയ ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കിയവനാണെങ്കിലും, എത്ര ഉയർന്ന ശ്രേണിയിലുള്ളവനാണെങ്കിലും അവനെ മരണം മാടി വിളിക്കും. മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ അവൻ പിടിമുറുക്കുക തന്നെ ചെയ്യും എന്നാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനും അതിലേക്ക് തന്നെയാണ് വിളിച്ചോതുന്നത്. ഖുർആനിൻ്റെ അധ്യാപനം നിങ്ങൾ കാണുന്നില്ലയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും ലോകം ചർച്ച ചെയ്യുകയും ശാസ്ത്രലോകത്തിന് ഗവേഷണത്തിന് നിർദ്ദേശിക്കുവാനും ഇന്നും നിലകൊള്ളുകയും ചെയ്യുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ 23 സംവത്സരങ്ങൾ കൊണ്ട് അതാ ഇറക്കിക്കൊടുത്തതായ വള്ളിപുള്ളി വ്യത്യാസമില്ലാത്ത ഗ്രന്ഥം ആ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. ഓർക്കണേ, പഠിക്കണേ സഹോദരാ, ശ്രദ്ധിക്കണേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്, എല്ലാ ശരീരങ്ങളും, എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്, മരണത്തിന്റെ വേദന അറിയുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ളതായ പ്രതിഫലം മുഴുവനും ഐഹിക ലോകത്തതായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത് ദുഷിച്ചതാണെങ്കിലും നന്മയാണെങ്കിലും അതിൻ്റെതായ പ്രതിഫലങ്ങൾ മുഴുവനും നൽകുന്നത് യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്തെത്തുമ്പോഴാണ്. സർവരും വിറങ്ങലിച്ച് നിൽക്കുന്ന വേളയിലാണ്, സർവരും വിയർപ്പിൽ മുങ്ങിത്താഴുന്ന വേളയിൽ, നാളെ നിങ്ങൾ ചെയ്തതായ ദുന്യവിയായ ജീവിതത്തിൽ 60ഉം 70ഉം വയസ്സുള്ളതായ സഹോദര, നീ ചെയ്തതായ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പാരത്രിക ലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തപ്പെടുകയും നരകത്തിൻ്റെതായ ശിക്ഷയിൽ നിന്ന്, അതിന്റെ അഗ്നികുണ്ഡാരങ്ങളിൽ നിന്ന് ആരെങ്കിലും വിദൂരമാക്കി സ്വർഗത്തിന്റെ വാതാരങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഫാസ്, അവനത്രേ വിജയിച്ചവർ, അവനത്രേ വിജയശ്രീലാളിതം, അവൻ വിജയത്തിന്റെ കൊടി പാറിച്ചവരാണ്. ഐഹിക ലോകത്ത് ഒരുപാട് സമ്പത്തിക്കുക, ഒരുപാട് സംബന്ധിക്കുക, ഒരുപാട് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടുക എന്നതല്ല. ഓ മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം പാരത്രിക ലോകത്ത് നിനക്ക് വിജയിക്കണോ, അവിടെ നിനക്ക് വിജയക്കൊടി പാറിക്കണോ, അവിടെ നിനക്ക് വിജയശ്രീലാളിതനാകണോ, അവിടെ നീ അമ്പിയാക്കളോടൊപ്പം, മഹത്തുക്കളായ
മഹാന്മാരായ സാത്വികരായ ഉലമാക്കളോടൊപ്പം ഔലിയാക്കളുടേതായ വ്യക്തിത്വങ്ങളോടൊപ്പം നിനക്ക് കടന്നു പോകണോ? സജ്ജനങ്ങളോടൊപ്പം നീ ഒരുമിക്കണോ? അവരോടൊപ്പം സ്വർഗത്തിലേക്ക് നിന്റെ വാതാനങ്ങളിലേക്ക് നീ ഉല്ലസിക്കണോ? കടന്നു പോകണോ? എന്നാൽ നീ ദുന്യവിയായ ജീവിതത്തിൽ സുഹൃതങ്ങൾ കൊണ്ട് നിറയ്ക്കുക, നന്മകൾ കൊണ്ട് നിറയ്ക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത് എല്ലാ വ്യക്തിത്വങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓ സഹോദരാ, ചിന്തിക്കുക. എത്രയെത്ര ഏകാധിപതികൾ, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര പണം കൊണ്ട് അധികാരം കാണിച്ചവർ, അധികാരത്തിന്റെ ഹുങ്ക് പ്രകടമാക്കിയിട്ട് അതേ ഭരണീയരെ മുഴുവനും വരച്ച വരയിൽ നിർത്തിയതായ എത്രയെത്ര വ്യക്തികൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെയാ സഹോദരാ? ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലല്ലോ അവർ അന്തിവിശ്രമം കൊള്ളുന്നത്. അവരുടെയൊക്കെ ജീവിതം ഏത് നിലയ്ക്കാ? അവരുടെയൊക്കെതായ നിലവാരം ഏത് നിലയ്ക്കാ? ഖബറിന്റെ അവസ്ഥ ഏത് നിലയ്ക്കാ? അവരെ ഖബർ ഏത് നിലയ്ക്കാ സമീപിക്കുന്നത്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അതല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓർക്കുക സഹോദര, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര ഏകാധിപതികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദര. ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി എവിടെ പോയി സഹോദര? ബനൂ ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് പണത്തിന്റെ പളവളപ്പ് കൊണ്ട് നേരം പ്രഭാതമാകുമ്പോ അതേ ഖാറൂനിന്റേതായ കുതിരകളും ഖാറൂനിന്റെ ഒട്ടക സമുച്ചയങ്ങളും ആ ഒട്ടകത്തിന്റെ വ്യൂഹത്തിന്റെ കുളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ബനൂ ഇസ്രായേൽ സമൂഹം മുഴുവനും നെടുങ്ങി വിറച്ച ഒരു കാലമില്ലായിരുന്നു. എത്രയെത്ര പളവളപ്പിന്റെ ഡ്രസ്സുകളാ ധരിച്ചിരുന്നത്. മിനിറ്റിന് മിനിറ്റിന് ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് അതേ സെക്കൻഡുകൾക്ക് ചെരുപ്പ് മാറ്റിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മുഴുവനും തന്റെ അധീനതയിലേക്ക്, തന്റെ കരവലയിലത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയതായ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി ഇന്ന് എവിടെ പോയി സഹോദര? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്, അള്ളാഹുവിനെ ധിക്കരിച്ചതായ അതേ അവന്റെ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ധിക്കരിക്കുകയും പണത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അടക്കമുള്ള പ്രവാചകന്മാരെ മുഴുവനും ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെ കുറിച്ചും ധിക്കരിച്ച് അവരുടെ ആദർശങ്ങളും നയങ്ങളും വകവെക്കാതെ നിൽക്കുമ്പോ അതാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമില്ലയോ, ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയില്ലയോ? ഭൂമിയിലേക്ക് ഒരു ചെറിയ ആഴ്ത്തലല്ല, ആറാം ഭൂമിയിലേക്ക്, അതിന്റെ 7ാമത്തെ തട്ടിലേക്ക് ഇന്നും ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ മുതലാളിയെ. ഏറ്റവും വലിയ മുതലാളി, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരൻ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ അവന്റെ പണവനപ്പിനെ കുറിച്ച്, അവന്റെ പണത്തിന്റെ പെരുപ്പത്തെ കുറിച്ച്. وَإِنَّ مَفَاتِحَهُ لَتَنُوءُ بِالْعُصْبَى. 70 ഒട്ടകങ്ങൾക്ക്, അതല്ല 70,000 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുള്ളതായ നിധി കുംഭങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ മാത്രം അവനുണ്ടായിരുന്നുവത്രേ. ഒരൊട്ടകം വഹിക്കുന്നതിന്റെ തൂക്കമെത്ര? 2 കിൻഡലോളം. 2 കിൻഡലോളം ഭാരം അത് വഹിക്കും ഒട്ടകം. അത്രത്തോളം 70,000-ഓളം അല്ലെങ്കിൽ 7,000-ഓളം ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങൾക്ക് മുഴുവനും വഹിക്കുവാൻ മാത്രമുള്ളതായ സമ്പത്തിന്റെ ഉടമയായിരുന്നു, അഥവാ താക്കോൽ കൂട്ടം മാത്രമുള്ള. ഒരുപാട് നിധി കുംഭങ്ങൾ, ഒരുപാട് നിധിയുടെ കലവറകൾ, അതിൻ്റെതായ താക്കോൽ മാത്രം, ആ താക്കോലുകൾ മാത്രം 70 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ധനാഢ്യനായിരുന്നു, എത്രത്തോളം വലിയ പണക്കാരനായിരുന്നു ഖാറൂൻ. അവൻ അഹങ്കരിച്ചു, അഹന്ത വെച്ചു, അള്ളാഹുവിനെ അനുസരിച്ചില്ല, അവന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചില്ല, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചു. അതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവന്റെ അധപതനം, അവന്റേതായ അന്ത്യം. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ.
അവനെയും അവൻ്റെതായ സമുച്ചയങ്ങളെയും അവന്റെ കെട്ടിടങ്ങളെയും അവന്റെ ഫ്ളാറ്റിനെയും അവന്റെ കുടുംബാദികളെ മുഴുവനും ഒന്നടങ്കം ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയത്രേ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അവനെ. ഇപ്പോഴും ആഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അവരിങ്ങനെ ഭൂമിക്കടിയിലേക്ക് ഓരോ സെക്കൻഡ് വെച്ചുകൊണ്ട് ആഴ്ന്നുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലഹു. ഓർക്കുക സഹോദര, ഈ രീതിക്ക് എത്രയെത്ര വ്യക്തികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അറിയില്ലയോ സഹോദര? ഫിർഔനിനെ ലഅനത്തുല്ലാഹി അലൈഹി എത്രയെത്രതായ സ്വേച്ഛാധിപതികൾ ആ നിലയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നമ്രൂദ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയ ഓർമ്മയില്ലയോ സഹോദര? ആ നിലയ്ക്കുള്ള ഫിർഔൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലയോ? അന റബ്ബുകുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ നേതാവ്, ഞാനാണ് നിങ്ങളുടെ പടച്ച റബ്ബ്, നിങ്ങളെ സംരക്ഷിക്കുന്നവരും നിങ്ങളെ പരിപാലിക്കുന്നവരും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ആ നമ്രൂദ് ഇന്ന് എവിടെ പോയി സഹോദര? അവൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലയോ ഇബ്രാഹിം നബിയെ? ആ ഇബ്രാഹിം നബിയുടെ അവസാനം ഏത് നിലയ്ക്കാ? അവരൊക്കെ യഥാർത്ഥമായ ദീനിലേക്ക് പോയപ്പോ മോശപ്പെട്ട രീതിയിലേക്ക് അപതപിച്ചതായ, അല്ലാഹുവിനെ ധിക്കരിച്ചതായ എത്രയെത്രതായ പണത്തിന്റെയും പണപരിപ്പിന്റെയും ധിക്കാരത്തിന്റെയും പുറത്ത് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് നടന്നതായ വ്യക്തികൾ ഏതൊക്കെ നിലക്കുണ്ടോ അവരെല്ലാവരെയും മരണം പിടികൂടിയില്ലയോ? അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ അവരെല്ലാവരും തന്നെ പെരുമുടുക്കിയില്ലയോ? എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്. നാളെ നമ്മളും പിടിക്കപ്പെടും. അടുത്ത സെക്കൻഡിൽ നമ്മളും മരിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. എല്ലാവരും മരിക്കേണ്ടവരാണ്. എത്രയെത്ര പിഞ്ചുമക്കൾ നമ്മൾ ദൈനംദിനം പത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര ആക്സിഡന്റുകളാണ് കാണുന്നത്, എത്ര മരണങ്ങളാണ് കാണുന്നത്. പിഞ്ചോമന മക്കൾ, എത്രയോ കുട്ടികൾ അവർ ആക്സിഡന്റിൽപ്പെട്ട് മരിക്കുന്നു, അല്ലാതെ മരിക്കുന്നു. ഒരസുഖമില്ലാതെ തന്നെ എത്രയോ വ്യക്തികൾ നേരം വെളുക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് നസീമാക്കുമാറാവട്ടെ. നല്ല മരണത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പരിശ്രമം, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ടുള്ളതായ പ്രവണതകൾ. മരണം വല്ലാത്ത അവസ്ഥയാണല്ലോ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവും ആ റൂഹ് പിടുത്തവും ഒക്കെ വല്ലാത്തൊരവസ്ഥയാണ്. റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുന്നതായ വ്യക്തികൾ ആരൊക്കെയാണ് സഹോദരങ്ങൾ? ഒരു മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുന്നവർ, മുജ്രിമായ വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നവർ. രണ്ട് തലത്തിലാണ് ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത് 500 മലക്കുകളാണത്രേ. 500 മലക്കുകൾ ദുന്യവിയായ ജീവിതത്തിൽ ദുഷിച്ചതായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് ആ രീതിക്ക് തന്റെ ജീവിതം മുന്നോട്ട് വെച്ചവർ, അള്ളാഹുവിനെ മറന്നു പ്രവർത്തിച്ചവർ, കൃത്യമായി നമസ്കരിക്കാതെ, പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് പോലും നോമ്പനുഷ്ഠിക്കാതെ ദുഷ്കൃതങ്ങൾ ചെയ്തുകൊണ്ട് മോശപ്പെട്ടതായ സ്വഭാവ വൈകൃതങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ തന്റെ കുടുംബത്തിൽ സമീപിച്ചവർ, തന്റെ മാതാപിതാക്കൾ വയോവൃദ്ധരായിരുന്നപ്പോൾ അവരെ ആട്ടിയോടിച്ചവർ, അവരെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിട്ടവർ, തൻ്റെ മക്കൾക്ക് യഥാർത്ഥമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്താത്തവർ, ആത്മീയമായ വിദ്യാഭ്യാസം നൽകാത്തവർ, ഇവരൊക്കെ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥയിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായിരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുന്നത് 500 മലക്കുകളാണത്രേ. 500 മലക്കുകൾ. 500 മലക്കുകളിൽ 250 മലക്കുകൾ അവന്റെ വലതു ഭാഗത്ത് തമ്പടിക്കുകയും ബാക്കിയുള്ള 250 മലക്കുകൾ ഇടതു ഭാഗത്ത് തമ്പടിക്കുകയും ചെയ്യുമത്രേ. എന്നിട്ടോ 250 മലക്കുകളിൽ നിന്ന് 50 മലക്കുകൾ അവന്റെ വലത് കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ച് അവന്റെ മുട്ടുവരെ എത്തിക്കുകയും പിന്നീടുള്ള 50 മലക്കുകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് അരഭാഗം വരെ എത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് 50 മലക്കുകൾ അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വരെ എത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള മലക്കുകൾ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ വലതുഭാഗത്തുള്ള 250 മലക്കുകൾ അവരുടെ ജോലി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായ മലക്കുകൾ അവൻ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ
ഇടത് കാലിന്റെ ഭാഗത്ത് നിന്ന് തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ച് ഘട്ടം ഘട്ടമായിട്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ 500 മലക്കുകളും അവരുടെ ജോലികൾ പൂർത്തിയാക്കി ആരെയോ കാത്തു നിൽക്കുകയാണ്. എന്താണ് സഹോദര മരണത്തിന്റെ അവസ്ഥ? എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതായ സഹോദരിമാർ, അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് സ്വന്തം ഭർത്താവ് കൈക്ക് പിടിച്ചുകൊണ്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ അല്പമൊന്ന് അമർത്തിയാൽ എത്രമാത്രം വേദനയായിരിക്കും. സ്വന്തം ഭർത്താവാണ്, തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള തൻ്റെ പ്രിയപ്പെട്ടവൻ. ആ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ കയ്യിലേക്ക് അല്പമൊന്ന് അമർത്തിയാൽ ഭാര്യയ്ക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, പൊളയുന്നു. എങ്കിൽ നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ശ്രദ്ധിക്കണം. 500 മലക്കുകളാണ്, അതും അള്ളാഹു ഏൽപ്പിച്ചതായ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി. അവൻ കൊടുത്തതായ ശക്തിയും അവൻ കൊടുത്തതായ ആരോഗ്യവും അവൻ കൊടുത്തതായ ശൈലിയും അവൻ കൊടുത്തതായ ഹൃദയത്തിന്റെ കടുകട്ടിയുമുള്ളതായ ഒരു കൂട്ടം 500 മലക്കുകൾ. لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു കൽപ്പിച്ചതായ കാര്യങ്ങളെ പൂർണ്ണമായി ഏൽക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായി തിരസ്കരിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം 500 മലക്കുകളെയാണ് അവന് വേണ്ടി സന്നിവേശിച്ചിരിക്കുന്നത്, അവന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളതായ 500 മലക്കുകൾ, 500 പേരും അവരുടെ ജോലികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏത് നിലയിൽ? 250 മലക്കുകൾ വലതുഭാഗത്ത് തമ്പടിച്ചിട്ട് അതിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് അവന്റെ റൂഹിനെ വേർപെടുത്തുകയാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തിയെടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അതേ ഗർഭാശയത്തിൽ ഉമ്മ 40 മാസം ഗർഭം ചുമന്നപ്പോ ആ ഗർഭാശയത്തിലേക്ക് 4 മാസം ജീവനുള്ളതായ ആ കുട്ടിയിലേക്ക് റൂഹ് ഇടുകയാണ്, ആത്മാവിടുകയാണ്. ആ ആത്മാവിനെ റൂഹ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതായ അവന് കടന്നു വരുന്നത് സഹോദരായപ്പോഴാണ് 60ഓ 70ഓ വയസ്സുള്ളപ്പോൾ മാത്രമല്ല. അല്ലാഹു ഏതൊരു മനുഷ്യന് ഏതൊരു സമയത്താണ് മരണത്തേകിയിരിക്കുന്നത്, ആ സമയത്ത് 500 മലക്കുകൾ അവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയും അതിൽ 250 മലക്കുകൾ അവന്റെ വലതുഭാഗത്ത് തമ്പടിക്കുകയും അവന്റെ വലതുകാലിന്റെ പെരുവിരൽ മുതൽ പിടിച്ചുകൊണ്ട് 50 മലക്കുകൾ ഘട്ടം ഘട്ടമായി പിടിച്ച് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ 250 മലക്കുകൾ റൂഹിനെ പിടിക്കുകയും ഇടതുഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നതായ ബാക്കിയുള്ള 250 മലക്കുകൾ റൂഹിനെ പിടിച്ചുകൊണ്ട് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുന്ന സംഭവത്ത് അവൻ കണ്ടതാ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപെട്ടു പോകാൻ പോവുകയാണ്. ഇനിയൊരു തിരിച്ചുവരവ് അവനില്ല, ഇനിയൊരു മടക്കം അവനില്ല. അവന്റെ ശരീരത്തിലേക്ക് ഇനി അവന്റെ ആത്മാവിനെ തിരിച്ചുവിടുന്ന അവസ്ഥയില്ല. ആ സമയത്ത് അവൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോ അതാ ചിറകടിച്ചുകൊണ്ട് കടന്നു വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആ രൂപഭാഗവും ആ കോലവും കാണുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ ബോധം കെട്ടില്ലയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ അതേ മുജ്രിമീങ്ങളായ തെമ്മാടികളായ പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നതായ വ്യക്തികളുടെ ആത്മാവിനെ എങ്ങനെയാ വേർപെടുത്തുക? അസ്റായീൽ എന്ന് ചോദിച്ചപ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞുവത്രേ, ലാ തസ്തതീ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഓ ഇബ്രാഹിം നബി അലൈഹിസ്സലാമേ, അവിടുത്തേക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല, അവിടുത്തെ കണ്ണിനത് കാണാനുള്ള പവറില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശാഠ്യം പിടിക്കുകയാണ്, ഇന്നി അസ്തതീ, എനിക്ക് കാണാനുള്ള കെൽപ്പുണ്ട്, ഞാൻ അതിനുള്ള കഴിവുണ്ട് എന്ന് വീണ്ടും വീണ്ടും ശാഠ്യം പിടിച്ചപ്പോ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നിന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പറയേണ്ട താമസം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് കണ്ണൊന്ന് തിരിച്ചിട്ട് നോക്കുമ്പോ കാണുന്നത് ഫൈദൻ ബിറജുലിൽ അസ്വദാ മുൻതിരിർ റീഹ് ഖായിമുൻ
അതാ വല്ലാത്ത ദുർഗന്ധത്തോടുകൂടി ശരീരം മുഴുവനും മുടി പിടിച്ചുകൊണ്ട് ജട പിടിച്ചതായ മുടിപടലങ്ങൾ, അത് വല്ലാതെ കട്ടിയുള്ളതായ ആ മുടികൾ കാണുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബോധരഹിതനായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണുപോത്രേ. അത്രത്തോളം കറുത്തതായ രൂപം, അത്രത്തോളം മോശപ്പെട്ടതായ ദുർഗന്ധം വമിക്കുന്നതായ ആ കോലം കൊണ്ടപ്പോ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ബോധരഹിതനായി പോയത്രേ. അപ്പോൾ ഓർക്കുക സഹോദര, പടച്ചറപ്പിനെ ധിക്കരിച്ചു കൊണ്ടവനെ മറന്നുകൊണ്ട്, അവന്റെ നമസ്കാരങ്ങൾ മറന്നുകൊണ്ട് നടക്കുന്ന സഹോദര, കള്ളുകുടിച്ചും കൂത്താടിയും നീ നടക്കുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ സഹോദര, അതിന്റെ റൂഹിനെ വേർപിരിയുന്ന ഒരു സമയം നിന്റെ ശരീരത്തിൽ നിന്നും നിന്റെ പെരുവിരൽ മുതൽ നിന്റെ ഓരോരോ അവയവങ്ങളിൽ നിന്നും മജ്ജയും മാംസവും എല്ലാം നിശ്ചലമായി പോകുന്ന ഘട്ടത്തിലേക്ക്, അതേ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം ഗർഭം ചുമന്ന ഉമ്മയുടെ ആത്മാവിലേക്ക് ആ റൂഹിട്ട് കൊടുത്തതായ റൂഹിനെ, ആത്മാവിനെ വേർപെടുത്തുന്ന രംഗമാ പറയുന്നത്. അതാ തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യൻ, അതായത് അസ്രായീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് അവരുടെ ലീഡറാകുന്ന അസ്രായീൽ അലൈഹിസ്സലാം ആ 500 മലക്കുകളോടായി പറയുകയാണ്, നിങ്ങൾ അവന്റെ റൂഹിനെ, ആത്മാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിനെ തിരിച്ചു വിടുക എന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറയുകയാണ്. തൊണ്ടക്കുഴിയിൽ വരെ എത്തിച്ചതായ ആ റൂഹിനെ നിങ്ങൾ തിരിച്ചു വിടുക. ആരോട് പറയും? 500 മലക്കുകളോട്. അവരപ്പോൾ വീണ്ടും തിരിച്ചു വിടുകയാണ്. ഇത് പറയേണ്ട താമസം, കാരണം അവരുടെ നേതാവാണല്ലോ, അവരുടെ നേതാവായിട്ട് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയേണ്ട താമസം അവർ വീണ്ടും റൂഹിനെ തിരിച്ചു വിടുന്നു. റൂഹിനെ തിരിച്ചുവിടുന്ന സമയത്ത് ആ ശരീരത്തിൽ ആത്മനിർവൃതി വന്നുകൊണ്ട് ആ മനുഷ്യൻ ആനന്ദതുന്തിരനായി നിലകൊള്ളുന്ന വേളയിൽ അതാ അസ്രായീൽ അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, ആ മനുഷ്യന്റെതായ ആത്മാവിനെ നിങ്ങൾ പിടിക്കണേ, അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും തന്നെ അവന്റെ ആത്മാവിനെ വേർപെടുത്തണേ, അവനെ വെച്ചേക്കരുതേ ഈ ദുനിയാവിൽ, അവനെ ഒരു നിമിഷം പോലും ഇനി വെച്ചേക്കരുതേ. ഇത് കേൾക്കേണ്ട താമസം അതാ 500 മലക്കുകൾ വീണ്ടും അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. തള്ളവിരൽ നിന്ന് പിടിക്കുകയാണ്, പെരുവിരൽ മുതൽ നിന്ന് അവന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. വല്ലാത്ത വേദന കൊണ്ട് പൊളയുകയാണ് ആ മനുഷ്യൻ. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ പിടിച്ചു കൊണ്ടെത്തുമ്പോ വീണ്ടും പറയുകയാണ്, അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വീണ്ടും കൊടുക്കുക, അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ തിരിച്ചിട്ട് കൊടുക്കുക. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, ഇങ്ങനെ 90 പ്രാവശ്യം പറയും അത്രേ. എത്ര പ്രാവശ്യം? 90 പ്രാവശ്യം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ റൂഹിനെ പിടിക്കുന്ന കോലമാണ്. 90 പ്രാവശ്യം പിടിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ എത്തിച്ചു, വീണ്ടും വിടും, വീണ്ടും തിരിച്ചു പിടിക്കും. ദുന്യവിയായ ജീവിതത്തിൽ, നശ്വരമായ ഈ ലോകത്ത് ദുഷിച്ചതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന സഹോദരങ്ങൾ തൗബ ചെയ്തു മടങ്ങട്ടെ. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അവർക്ക് വരാതിരിക്കട്ടെ. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. 90 പ്രാവശ്യം പിടിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്നതായ ആ മനുഷ്യൻ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുമ്പോ അവന് മനസ്സിലായിട്ടുണ്ട് അവന്റെ ആത്മാവ് പിരിയാൻ പോവുകയാണെന്ന്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലയോ, കല്ലാ ഇദാ ബലഗതി തറാഖിയാ വഖീല മൻ റാഖ വظن أنه الفراق. ആ മനുഷ്യനതാ അവന്റെ ആത്മാവ് വേർപിരിയുന്ന വേളയിൽ അവന് മനസ്സിലായി തുടങ്ങി അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വേർപെടുത്താൻ പോവുകയാണ്. ഇനി ഒരു സെക്കൻഡ് പോലും തനിക്ക് തിരിച്ചു കിട്ടാൻ പോവുകയില്ല എന്നവൻ വളരെ വ്യക്തമായി നിൽക്കുന്ന വേളയിൽ അവൻ പടച്ചറബിലേക്ക് പറയുകയാണ്, ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. ആരാണ് എനിക്കൊന്ന് മന്ത്രിക്കാനുള്ളത്? എനിക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പള്ളിയിലെ ഉസ്താദ് വന്നുകൊണ്ട് എന്റെ ചെവിയുടെ ഓരത്തിരുന്നുകൊണ്ട് എനിക്ക് മന്ത്രിച്ചു തരുമായിരുന്നു. ഈ വിഷമഘട്ടത്തിൽ നിന്ന്, ദുഃഖഘട്ടത്തിൽ നിന്ന് എനിക്കൊന്ന് മന്ത്രിച്ചു തരാൻ ആരാ ഉള്ളത്? ഞാൻ വല്ലാത്ത പ്രയാസപ്പെടുകയാണ്. ഈ പ്രയാസത്തിൽ നിന്ന്, ഈ നൊമ്പരത്തിൽ നിന്ന്, വിരഹത്തിൽ നിന്ന്, ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം
അലൈഹിസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് എന്നെ ആരാണ് മോചിപ്പിക്കാനുള്ളത്? എനിക്കൊന്ന് മന്ത്രിച്ചു തരാൻ ആരാണുള്ളത്?